എല്ലാ വിജയങ്ങളുടെയും പിറകിൽ ഒരു അധ്വാനമുണ്ട്. എല്ലാ വിജയങ്ങളുടെയും പിറകിൽ ഒരു പരീക്ഷയുണ്ട്. പരീക്ഷകളില്ലാതെ വിജയങ്ങളില്ല, അധ്വാനങ്ങളില്ലാതെ വിജയങ്ങളില്ല. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പക്ഷെ ജയത്തിന് ഒരു അധ്വാനം ആവശ്യമാണ്. ജയത്തിന് നമ്മുടെ ഭാഗത്തുനിന്ന് ചില പ്രവൃത്തികൾ ആവശ്യമാണ്. ഒരിക്കലും എക്സാം എഴുതാത്ത ഒരു വിദ്യാർത്ഥി ജയിക്കില്ല. വേദപുസ്തക ചരിത്രത്തിൽ വിജയിച്ച മുഴുവൻ ആളുകൾ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഗിദയോൻ, ഇങ്ങനെ വിജയിച്ചവരെല്ലാം തന്നെ ദൈവസന്നിധിയിൽ മല്ലു പിടിച്ചവരും പ്രാർത്ഥിച്ചവരും വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ചവരും അധ്വാനിച്ചവരും ഒക്കെയാണ്. ദൈവം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം പറയും. ശത്രു ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ദൈവവേദലാണെങ്കിൽ വചനത്തിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ കർത്താവ് മുന്നമേ പറയും. ദൈവമക്കൾക്ക് ഇത് ഇയർ ഓഫ് ഗ്രേറ്റ് വിക്ടറി എന്ന് കർത്താവ് ഒരു ദൂത് ആദ്യമേ കൊടുത്തത് അങ്ങനൊന്നും കയറിപ്പോകാൻ മേലാത്ത, എത്ര വലിയ പുള്ളി ആയാലും അവൻ ഓവർകം ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വർഷമുണ്ട്. അപ്പൊ അതിന് മുമ്പ് തൻ്റെ മക്കളുടെ കയ്യിലോട്ട് ജയിക്കാനുള്ളൊരു സന്ദേശം കൊടുക്കുകയാണ്. അപ്പൊ എവിടേക്കോ ഇമ്പോസിബിൾ സിറ്റുവേഷൻ ഉണ്ട്. ഇമ്പോസിബിൾ സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഇമ്പോസിബിൾ സിറ്റുവേഷനെ കാണുന്ന ദൈവം ആ ഇമ്പോസിബിൾ സിറ്റുവേഷനെ അല്ല നമ്മളെ ആദ്യം അറിയിക്കുന്ന പോസിബിലിറ്റിയാണ്. ഹല്ലേലൂയ. അതിനകത്ത് നിങ്ങൾ നിൽക്കണം, അതിനകത്ത് നിന്ന് അതിനെ ജയിക്കണം.